ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. 5ാം ക്ലാസ്സിലെ മക്കൾക്ക് 3 യൂണിറ്റുകളാണ് അവരുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഈ പരീക്ഷയ്ക്ക് ഉള്ളത്. ആ 3 യൂണിറ്റുകൾ നമ്മൾ നമ്മുടെ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. ആഹാര ശൃംഖലാജാലം എന്തെന്ന് വിശദീകരിക്കുക. ഉത്തരം: ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം നോക്കിക്കേ. പ്ലവകങ്ങൾ, സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘുഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കുക. നോക്കിക്കേ, പ്ലവകങ്ങളെ മത്തി കഴിക്കുന്നു, മത്തിയെ കണവ കഴിക്കുന്നു, കണവയെ സ്രാവ് കഴിക്കുന്നു. അതൊരു ആഹാര ശൃംഖലയാണ്. അതുപോലെ പ്ലവകങ്ങളെ മത്തി കഴിക്കുന്നു, മത്തിയെ കടലാമ കഴിക്കുന്നു, കടലാമയെ സ്രാവ് കഴിക്കുന്നു. ഇതൊരു മറ്റൊരു ആഹാര ശൃംഖലാജാലമാണ്. ഇനി ഇതിലെ സി ചോദ്യം നോക്കൂ. ആഹാര ശൃംഖലകളുടെ ആദ്യ കണ്ണി എപ്പോഴും ഏതിനം ജീവികളായിരിക്കും? എപ്പോഴും അത് സസ്യാഹാരികളായിരിക്കും. പ്രവർത്തനം 2. ചിത്രീകരണം നിരീക്ഷിക്കൂ. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് കണ്ടോ? ചോദ്യം എ: ഇത് എന്തിൻ്റെ ചിത്രീകരണമാണ്? എന്തിൻ്റെയാണ്? ഈ പ്രക്രിയ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ചോദ്യം ബി: ഈ പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം, ജലം, ഹരിതകം തുടങ്ങിയവയാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഓക്സിജനും ഗ്ലൂക്കോസും ആണ്. പ്രവർത്തനം 4. അക്കു ചില രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. കണ്ടോ? പട്ടികയിൽ ആദ്യത്തെ കോളത്തിലുള്ള രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, മഞ്ഞപ്പിത്തം, അപസ്മാരം, വാതം, രക്താതി സമ്മർദ്ദമാണ്. രണ്ടാമത്തേതിൽ എലിപ്പനി, ഡെങ്കിപ്പനി, കോവിഡ്, നിപ്പ, വിളർച്ച, മന്ത്. ഇനി ചോദ്യം എ: അണുതരം തിരിച്ചതിൻ്റെ മാനദണ്ഡങ്ങൾ എഴുതുക. ചോദ്യം ബി: അണുതരം തിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ? അപ്പം നമുക്ക് നോക്കാം. ചോദ്യം എയുടെ ഉത്തരം എന്താണ്? തരം തിരിച്ചതിൽ എങ്ങനെയാണ് ഈ പട്ടിക? ഒന്നാമത്തേതിൽ പകരാത്ത രോഗങ്ങൾ, രണ്ടാമത്തേത് പകരുന്ന രോഗങ്ങൾ എന്നാണ്. ഇനി തരം തിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? ഉണ്ട്. മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണ്, അതുപോലെ വിളർച്ച പകരാത്ത രോഗമാണ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിൽ തന്നെയുള്ള ചോദ്യം സി നോക്കൂ. ഇവ രണ്ടിനും 2 ഉദാഹരണം വീതം എഴുതുക. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് കിഡ്നി സ്റ്റോൺ, ഫാറ്റി ലിവർ. പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് എയ്ഡ്സ്, കോളറ. ഇത് എഴുതാം. പ്രവർത്തനം 5. രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. നോക്കിക്കേ, രോഗം, പകരുന്ന രീതി എന്നിങ്ങനെ 2 പട്ടികയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെയുള്ള ചോദ്യം ബി: മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എടുക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതുക. ആദ്യം നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കി നോക്കാം. പട്ടികയിൽ ആദ്യം വരുന്നത്, ആദ്യത്തെ രോഗരീതി എന്ന് പറയുന്നത് വിരശല്യം, ടെറ്റനസ് ആണ്. അത് മണ്ണിലൂടെയാണ് പകരുന്നത്. പിന്നെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, അത് ജലവും ഭക്ഷണവും വഴിയാണ് പകരുന്നത്. മൂന്നാമത്തെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊതുക് വഴിയാണ്. പിന്നെ കുഷ്ഠം, ചെങ്കണ്ണ് മനുഷ്യൻ വഴി അഥവാ സമ്പർക്കം വഴിയാണ് പകരുന്നത്. ഇനി മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ നോക്കുക. ഇനി പ്രവർത്തനം 6. എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി? അതിൽ തന്നെ ചോദ്യം ബി: പ്രതിരോധ കുത്തിവയ്പ്പുകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ആദ്യം എന്താണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് നോക്കാം. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. ഇനി ബി: ഈ പട്ടിക പൂർത്തിയാക്കാനായിരുന്നു കുത്തിവയ്പ്പ്. അതിൻ്റെ മുഴുവൻ പേര് രോഗം എങ്ങനെയാണ്? ആദ്യത്തെ കുത്തിവയ്പ്പ് BCG ആണ്. ബാസിജിയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ബാസിലസ് കാൽമെറ്റ് ഗ്വൈറിൻ എന്നാണ്. അത് ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. നെക്സ്റ്റ് OPV, ഓറൽ പോളിയോ വാക്സിൻ. അത് പോളിയോയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ്. ഇനി പ്രവർത്തനം 6. പട്ടികയിൽ നിന്നും എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങൾ എഴുതുക. നമുക്കിവിടെ ലായകവും അതുപോലെ അതിലുള്ള ലീനവും ഏതാണെന്ന് തന്നിട്ട്. ആദ്യത്തെ ലായകം വെള്ളമാണ്. വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും തുരിശും ശർക്കരയും പൊട്ടാസ്യം പെർമാംഗനേറ്റും ലയിക്കും. ചക്കപ്പശയും പെയിന്റും മാത്രം ലയിക്കില്ല. ഇനി രണ്ടാമത്തെ ലായകം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ചക്കപ്പശ മാത്രമേ ലയിക്കുന്നുള്ളൂ, ബാക്കി ഏതും ലയിക്കുന്നില്ല. അടുത്തത് മണ്ണെണ്ണ. മണ്ണെണ്ണയിൽ ചക്കപ്പശയും പെയിന്റും ലയിക്കുന്നു, വേറെ ഏതും ലയിക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് മക്കളെ?
തന്നിട്ടുള്ള ദ്രാവകങ്ങളിൽ കൂടുതൽ ലായക ശേഷി ജലത്തിനാണ്. വെള്ളത്തിൽ ലയിക്കുന്ന ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. വെള്ളത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ലീനം, ലായകം, ലായനി എന്നിവ എന്തെന്ന് ഉദാഹരണ സഹിതം വിശദമാക്കുക. എന്താണ് മക്കളെ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്ന ഉൽപ്പന്നമാണ് ലായനി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള 3 പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 പാഠങ്ങൾ നല്ലതുപോലെ പഠിക്കുക. വീഡിയോ കാണാത്ത കൂട്ടുകാർ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കണ്ടിട്ട് പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ശരി, അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്